51-ാം മിനിറ്റിൽ വീണ്ടും ട്രേഡ് മാർക്ക് ശ്രമങ്ങൾ എംബാപ്പ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പിന്നാലെ കൊർട്ടോയിസിന്റെ ഉജ്ജ്വലമായ സേവുകളും കാണാമായിരുന്നു. 59-ാം മിനിറ്റിൽ എംബാപ്പയുടെ ഹെഡർ ക്രോസ് ബാറിൽ ഇടിച്ചാണ് മടങ്ങുന്നത്. 68-ാം മിനിറ്റിൽ സെവില്ല താരം രണ്ടാമത്തെ യെല്ലോ കാർഡും കണ്ട് മടങ്ങുന്നുണ്ട്. 78-ാം മിനിറ്റിൽ ബോക്സിൽ നിന്നും റോഡ്രിഗോ പൊടുന്നനെ തൊടുത്ത ഷോട്ട് ക്രോസ് ബാറിൽ ഇടിച്ചു മടങ്ങുന്നുണ്ട്. മത്സരത്തിന്റെ 85-ാം മിനിറ്റ് വീണ്ടും റോഡ്രിഗോ ഫൗൾ ചെയ്യപ്പെടുന്നു. എന്നാൽ ഇത്തവണ അത് എതിർ ബോക്സിനുള്ളിലായിരുന്നു. ഒരു കലണ്ടർ വർഷം റയലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകളെന്ന 2013-ലെ 59 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എംബാപ്പയ്ക്ക് ഒരു പെനാൽറ്റി കിക്കിന്റെ വഴിദൂരം മാത്രം. എംബാപ്പയുടെ കാലിൽ നിന്നും പിറന്ന ആ കിക്ക് വലകുലുക്കുമ്പോൾ ബെർണാബ്യൂവിൽ ചരിത്രം പിറക്കുകയായിരുന്നു. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ബാക്കി വെച്ച ലെഗസി മറ്റൊരാൾ തുടരുകയാണ്. അയാളെപ്പോലാവാൻ കൊതിച്ചവൻ അതേ ക്ലബിൽ കളിച്ചുകൊണ്ട് അയാളുടെ റെക്കോർഡിനൊപ്പം എത്തി റൊണാൾഡോയുടെ ട്രേഡ് മാർക്ക് സെലിബ്രേഷനായ സൂയി എന്ന സെലിബ്രേഷൻ ബെർണാബ്യൂവിൽ മുഴക്കുമ്പോൾ എംബാപ്പയെ എന്തിന് റയൽ മാഡ്രിഡ് സൈൻ ചെയ്തുവെന്ന സംശയം പലർക്കും മാറിയിട്ടുണ്ടാകും.